ഹലോ, ഞങ്ങൾ പെരിന്തൽമണ്ണ, ഞങ്ങളുടെ നാട് തൊട്ടടുത്ത് വരുന്ന ഒരു ഫാമിലി ഫൺ പാർക്കിലോട്ടാണ് ഇന്ന് പോയത്. അതാണ് എൻവയോ പാർക്ക്, എൻവയോ ഫാമിലി ഫൺ പാർക്ക്. ഫാമിലി ആയിട്ടും കുട്ടികൾക്കും വളരെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പാർക്ക് തന്നെ പറയാം. കാരണം കുട്ടികളെ അവരുടെ ക്വാളിറ്റി ടൈമായിട്ട് അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിടാം. അതുപോലെ തന്നെ നമുക്കും സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സ്പേസുകളുള്ള നല്ലൊരു എൻവയോൺമെൻറ്റുള്ള ഒരു പാർക്കാണ് കേട്ടോ അത്. പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫുഡങ്ങാടിയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. പക്ഷേ ഈ ഒരു പാർക്ക് അവിടെ സ്പെഷ്യലായിട്ട് തന്നെ ഫുഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ട്. പല വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ഈ പാർക്കിൽ വന്ന് അടിച്ചു പൊളിക്കുകയും ചെയ്യാം കുട്ടികൾക്ക്. അവിടെ ജൂനിയർ കിഡ്സിന് സ്പെഷ്യലായിട്ടുള്ളൊരു സെക്ഷനുണ്ട്, അവിടെ വേണമെങ്കിൽ അവർക്ക് കളിക്കാം. പിന്നെ വലിയ കുട്ടികൾക്കുള്ള സെക്ഷനുണ്ട്. അപ്പോൾ അവർ ഏത് നേരം ഈ സ്ക്രീൻ ടൈമിൽ ഈ മൊബൈലിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കളാണല്ലോ. അപ്പോൾ അവർക്ക് സ്ക്രീൻ ടൈം വന്നത് മുതലുള്ള അവരുടെ മാറ്റങ്ങൾ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ അവരെ ഒന്ന് തുറന്നു വിടുക തന്നെ പറയാം. എന്നാൽ അങ്ങനെ ഒരു ടൈം അവർക്ക് നൽകാൻ കഴിയും. അപ്പോൾ അവിടെ അവർ ചാടിയിട്ടും മറിഞ്ഞിട്ടും ഒക്കെ കളിച്ച് ശരീരമൊക്കെ അവരൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള പാർക്കുകളിൽ നമ്മൾ കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യണം. മൊബൈലിൻ്റെ മുമ്പിൽ ചടച്ചിരിക്കുന്ന മക്കളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ ഇങ്ങനെയുള്ള പാർക്കുകളിലും ഇങ്ങനെയൊക്കെ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ പൊട്ടിപ്പൊരിഞ്ഞ് നടക്കുന്ന കുട്ടികളുണ്ടാകും വീട്ടുകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സെക്ഷൻ കൂടി അവിടെ ഉണ്ട്. ചാടി മറിഞ്ഞ് ഓടി തലകുത്തി മറിഞ്ഞ് കളിക്കുന്ന കുട്ടികൾക്കുള്ള സെക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടെ നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി പാർക്കായിരുന്നു എൻവയോ പാർക്ക്. കൂടാതെ നമ്മുടെ അടുത്തുള്ള ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് പിന്നെ 3-11 മണി വരെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ടൈമായാലും നമുക്ക് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ പെരിന്തൽമണ്ണ വിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. കുട്ടികൾക്കായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി റൈഡുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ഫുഡിൻ്റെ വെറൈറ്റി സെക്ഷൻസുകളുണ്ട്. പിന്നെ നമുക്ക് ഈ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ കൂടി അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ മക്കൾ വീട് തലകുത്തി മറിക്കുന്ന ടൈപ്പ് ടീംസ് ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പറ്റിയ ഓരോ ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെയുള്ള സംഭവങ്ങളോടാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം പൊത്തി പിടിച്ച് കയറി വയ്ക്കാത്ത പണികളൊക്കെ എടുക്കുന്ന ടീംസാണ് അവർ. അപ്പോൾ അവർക്കൊന്നും അവിടുന്ന് പോരാൻ തന്നെ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള സെക്ഷനുകളിലൊക്കെ നമ്മൾ കൂടെ തന്നെ വേണം. അങ്ങനെയുള്ള ഏരിയകൾ മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസുകളൊന്നും അവർക്ക് വേണ്ട. അപ്പോൾ എല്ലാ ടൈപ്പ് മക്കൾക്കുള്ളതും ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് നോക്കുക.
ഒരു സൈഡിൽ ഫുള്ള് കളിക്കാനുള്ള കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് പാരൻസിനും കുട്ടികൾക്കും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് സംഭവങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നല്ല ഗ്രീനി ആയിട്ടുള്ള ഒരു വൈബ് പ്ലേസ് തന്നെയാണ്. നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന മരങ്ങളും രാത്രി ആവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. എന്നാൽ തന്നെ ഊഞ്ഞാലുകൾ അങ്ങനെയുള്ള വലിയവർക്കും ചെറുവർക്കൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലുണ്ട്. അപ്പോൾ അവിടെ സംസാരിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു വൈബിലിരുന്ന് ചൊറ പറഞ്ഞിരിക്കാം. അതിന് പറ്റിയ സ്പേസ് കൂടി അവിടെ ഉണ്ട്. കുട്ടികൾക്ക് സേഫായിട്ട് ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഭാഗത്താണ് കേട്ടോ ഞാൻ പറഞ്ഞത് ജൂനിയർ കിഡ്സിൻ്റെ സെക്ഷൻ ഉണ്ടെന്ന്. അവിടെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ചെറിയ ചെറിയ റൈഡുകളായിട്ട്, അല്ലാണ്ട് എഫേർട്ട് എടുക്കാത്ത ടൈപ്പ് സംഭവങ്ങൾ. കുട്ടികൾക്ക് അവരെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് സെക്ഷനാണ് അത്. Life is a game that
say